ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ സബ്ജക്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമുക്കറിയാം, എല്ലാ മത്സര പരീക്ഷകളിലും ചോദ്യകർത്താക്കളുടെ ഇഷ്ട ഏരിയയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. ഇത് നേരെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ഇത് സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ MM പരീത് പിള്ളയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മലയാളിയായ ഏക ചെയർമാനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിക്കാനുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദി കമ്മീഷൻ വാസ് ടു എൻഷ്യൂർ സിവിൽ റൈറ്റ്സ് എൻഷ്യൂർ ചെയ്യാനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ അടക്കം 6 പേർ ഉൾപ്പെടുന്നു. 6 മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രസന്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. കമ്മീഷൻ്റെ ഫസ്റ്റ് വുമൺ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് വിജയഭാരതി സയാനിയാകുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി ഒന്നുകിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജോ ആയിരിക്കണം. ചെയർപേഴ്സൺ വുഡ് ബി എ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. കമ്മീഷനിലെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. കമ്മീഷനിലെ മെമ്പേഴ്സിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 3 years ഓർ അപ് ടു ദി ഏജ് ഓഫ് 65. 65 വയസ്സ് വരെയോ അല്ലെങ്കിൽ 3 വർഷം. The tenure of the members are either 3 years or up to the age of 65. കമ്മീഷനിലേക്ക് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പ്രസിഡൻ്റ് തന്നെയാണ് ചെയർമാനെയും മെമ്പേഴ്സിനെയും കമ്മീഷനിൽ നിന്ന് റിമൂവും ചെയ്യുന്നത്. ക്യാൻ റിമൂവ് ദ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ബൈ പ്രസിഡൻറ്റ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് അഥവാ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ടു ഇൻക്വയർ ഇൻ ടു എനി വയലേഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക. ടു ഇൻ്റർവീൻ ഇൻ എനി ഓൺഗോയിങ് കോർട്ട് പ്രൊസീഡിങ്സ്, മനുഷ്യാവകാശപരമായ എന്തെങ്കിലും കോർട്ട് പ്രൊസീഡിങ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുക. ടു വിസിറ്റ് പ്രിസൺസ് ആൻഡ് ഡിറ്റൻഷൻ സെൻറ്റേഴ്സ്, ജയിലറകളും കരുതൽ തടങ്കലുകളും വിസിറ്റ് ചെയ്യുക. ടു റിവ്യൂ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ സേഫ് ഗാർഡ്സ്, ഭരണഘടനാപരമായും ലീഗൽ സേഫ് ഗാർഡ്സിൻ്റെ ഭാഗമായും റിവ്യൂ ചെയ്യുക. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ ഒരു ആക്ട് പ്രകാരമാണ് ഈ കമ്മീഷൻ സ്ഥാപിതമായിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മാനവ് അദ്ലാൻ ഭവനാണ്. എന്താണ് മനുഷ്യാവകാശം അല്ലെങ്കിൽ വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ്? ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിഗ്നിറ്റി. മനുഷ്യാവകാശം എന്ന് പറയുന്നത് റൈറ്റ്, ലൈഫ്, ലിബർട്ടി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിഗ്നിറ്റി എന്നിവയിലുള്ള അവകാശമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അത് സ്ഥാപിതമായത് ഡിസംബർ 11, 1998. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. There are 3 members including ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ അടക്കം 3 മെമ്പേഴ്സാണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലുണ്ടാവുക. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന വ്യക്തി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ഓഫ് ദി ഹൈക്കോർട്ട്. A retired chief justice or judge of the high court shall be the chairperson of state human rights commission. Members of the commission are appointed by the governor. ഗവർണർ ആണ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ്
MM പരീത് പിള്ള. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കറന്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്.